എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പം ഉത്തരാഖണ്ഡിലെ ഋഷികേശിൽ ഗംഗാനദിയുടെ തീരത്താണുള്ളത്. ഇന്നലെ രാത്രിയിൽ നമ്മുടെ ഈ പുണ്യനദിയായ ഗംഗയുടെ തീരത്ത് വണ്ടിയൊക്കെ ഒതുക്കിയിട്ടിട്ടാണ് കിടന്നുറങ്ങിയത്. അങ്ങകലെ ഹിമാലയൻ മലനിരകൾക്കപ്പുറത്ത് സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്. പക്ഷേ ഇന്ന് അന്തരീക്ഷത്തിൻ്റെ ചെറിയൊരു മൂടലാണ്. അപ്പോൾ പുത്തേ ട്രാവലോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ഇത് കടുങ്കാപ്പിക്ക് വെള്ളം വെച്ചു. അതുപോലെ തന്നെ നമ്മൾ കഞ്ഞി എടുത്ത് വെച്ചു. നേരത്തെ കഞ്ഞി വെച്ചേക്കാണ്, ഉച്ചയ്ക്ക് നേരത്തെ ചോറിനല്ല. അപ്പോൾ കോയിരുന്ന് ബ്രേക്ക്ഫാസ്റ്റിനുള്ള തേങ്ങ ചരണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ചൂട് കടുങ്കാപ്പി. പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ, ഈ ചൂട് കടുങ്കാപ്പി ഇല്ലെങ്കിലും കുഴപ്പമില്ല. എന്നാന്ന് വെച്ചാൽ ഇവിടെ നല്ല ചൂടാണ്. ആ ലഡാക്കിൽ ചെന്നപ്പോഴാണ് ചൂട് കടുങ്കാപ്പിയുടെയൊക്കെ ടേസ്റ്റ്. എന്നാൽ രാവിലെ ഗംഗാതീരത്തിരുന്നൊരു കടുങ്കാപ്പി കുടിക്കുക. ആയിക്കോട്ടെ. എങ്ങനെയുണ്ട്? നല്ല വൈബാണോ? പിന്നെ ആ താഴെ ഇറങ്ങി ഇരിക്കുകയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കുളിച്ചിട്ട് പോയാൽ മതിന്നേ. അല്ല, കടുങ്കാപ്പി കുടിച്ചിട്ട് ഞങ്ങൾ ഒന്ന് കുളിച്ചിട്ടേ ഉള്ളൂ. നീ കുളിക്കണമെന്നുണ്ട്. ബക്കറ്റ് അവിടെ മുങ്ങാം, വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല ഒഴുക്കാ. എടാ നീന്തി കുളിക്കടാ പോയി. ഇവിടെ വേറെ ജില്ല പോയി കിടക്കുന്നു. പോയി കഴിഞ്ഞാ ഇവിടെ രാവിലെ കുളിക്കാൻ വേണ്ടിയിട്ടാ വണ്ടി ഇവിടെ കൊണ്ടിട്ടേ. നല്ല ഉരുളങ്കല്ലുണ്ട്. ആ ലോറി എടുത്തോണ്ട് വന്നാ കുറെ കൊണ്ടുപോയാലോ. നല്ല അടിപൊളി കല്ലുകളല്ലേ. അപ്പോഴേ ചായ കുടിക്കാൻ ഒരാളും കൂടെ ആയിട്ട് വന്നിട്ടുണ്ട്. ഗംഗയിലൊന്ന് കുളിച്ചാക്കാം. അതിനെ കുളിച്ചോ? മടിയാ രാവിലെ എണീറ്റ. ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് അറിയോ? ഋഷികേശിലെ നല്ല വെള്ളമാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത്രയും നല്ല വെള്ളം ആയിരിക്കില്ല. അതാണ് വിഷയം. നോക്കാം. ഇന്ന് ഗോതമ്പടയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഒരു കാര്യം ചെയ്യാം. ഗോതമ്പൊടി ഞാൻ എടുത്തു. ഇതിനകത്തോട്ട് തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും പിന്നെ എല്ലാം കൂടി അരിഞ്ഞിട്ട് മിക്സ് ചെയ്തിട്ടൊരു അടയുണ്ടാക്കും. പച്ചമുളകും ഇഞ്ചിയും വേണ്ട, അതിനകത്ത് ഇച്ചിരി തേങ്ങയും മധുരവും ഇട്ടാൽ മതി. ആ പഞ്ചസാരയൊക്കെ വെച്ച് ഓരോ അട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇതിനകത്ത് മിക്സ് ചെയ്താൽ മതി. അങ്ങനെ മൊത്തത്തിൽ മിക്സ് ചെയ്താൽ മതി. അതിന് പച്ചമുളക് ഇട്ടാൽ അങ്ങനെ ശരിയാണ്. ഇഞ്ചിയൊക്കെ അതിന് വേറെ ടേസ്റ്റാ. അപ്പനും മോക്കും അത് ഇഷ്ടമല്ല. എന്നാ മാറ്റി പഞ്ചസാരയും തേങ്ങയും കൂടെ മൊത്തം അതിനകത്ത് മിക്സ് ചെയ്തോ. ഏതായാലും അങ്ങനെ തന്നെയാ. അതെ, ആകാശ് തേങ്ങ ഒക്കെ ചരണ്ടി വെച്ചിട്ടുണ്ട്. എടുത്തു വെച്ചിട്ടുണ്ട്. റെഡിയാക്കി എന്നിട്ട് ഞാൻ കുളിക്കാൻ പോവാ. ഇവിടെ ഋഷികേശ് വരുമ്പോഴല്ലേ പുണ്യഗംഗയെ കുളിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങോട്ടൊക്കെ താഴോട്ട് ചെല്ലുന്തോറും ഗംഗയിലെ വെള്ളം മോശമാണ്. ഇവിടെ പക്ഷെ നല്ല വെള്ളമാണ്. നല്ല ഉരുളൻ കല്ലുകളാ. നോക്കി നടന്നില്ല ഉരുണ്ടെങ്കിൽ പോരും കേട്ടോ. എളുപ്പമുണ്ടല്ലോ. താഴച്ചല്ലേ രണ്ടുപേരോട് പോയി നിപ്പുണ്ട് കുളിക്കാനായിട്ട്. മുങ്ങാൻ പോവാ. അടുത്തായിട്ട് നമ്മുടെ ചാത്തുണ്ണി മുങ്ങുന്നതായിരിക്കും. മുങ്ങിക്കോ, തണുപ്പൊന്നുമില്ല. അതെന്നാ മുങ്ങല? മുട്ടപ്പം വെള്ളത്തിൽ നിന്നിട്ടാ. വെള്ളം പേടിയാന്ന്. എങ്ങനെയുണ്ട്? കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും എല്ലാവർക്കും നല്ല വിശപ്പം. അട ചുടുന്നതിന് ഇപ്പഴേ കഞ്ഞിയൊക്കെ എടുത്ത് കുടിക്കുന്നു. മുത്തരവന്റെ കഞ്ഞി മതിയല്ലോ. അച്ചാറും പഴയങ്കഞ്ഞി. ഗോതമ്പ് പൊടിക്കകത്തോട്ട് ലേശം ഉപ്പും കുറച്ച് പഞ്ചസാരയും നല്ലപോലെ തേങ്ങായും ഇടണം. എന്നിട്ട് ഇങ്ങനെ കല്ലിലോട്ട് ഒഴിച്ചിട്ട് കൈക്ക് അങ്ങ് പരത്തണം. കൈക്ക് നല്ല നൈസായിട്ട് പരത്തണം. എന്നാലേ അടയ്ക്ക് ടേസ്റ്റ് വരത്തുള്ളൂ. അടയ്ക്ക് കട്ടി കൂടിപ്പോയാലേ ഒരു ടേസ്റ്റില്ല. കനം കുറച്ച് ഒരു കറിയും വേണ്ട, ഒന്നും വേണ്ട. പിന്നെ എന്നാ സാധനത്തിനും അച്ചാർ മതി. ഉപ്പുമാവിന് അച്ചാറ്, അടയ്ക്ക് അച്ചാറ്, അതെ ബ്രെഡിന് അച്ചാറ്. നല്ല കനം കുറഞ്ഞ ഗോതമ്പട. അട കൊള്ളാം കേട്ടോ. അടയ്ക്ക് ചായ ഒന്നുമില്ല, പകരം ചൂട് കഞ്ഞിവെള്ളം തരാം. അതാകുമ്പോൾ ആരോഗ്യത്തിന് നല്ല. ഈ ചായ കുടിച്ച ചീത്തയാണ്. എന്നാ ചെയ്യാനാ? കഞ്ഞിവെള്ളമെങ്കിൽ കഞ്ഞിവെള്ളം അല്ല. കഞ്ഞിവെള്ളം ആയാലും കിട്ടുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കുക. അതെ. അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇനി നമുക്ക് ഋഷികേശിൽ കൂടെ ഒന്ന് കറങ്ങാം. അപ്പോൾ നല്ല ചൂടാണ് ഇവിടെ. ആ കാണുന്നത് ഗംഗാനദിക്ക് കുറേ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഡാമാണ്.
ആ ഡാമിൻ്റെ മുകളിൽ കൂടെ കയറി അങ്ങോട്ട് അതൊരു വനം അങ്ങോട്ട് മൊത്തം. അതിലേ വേണേലും നമുക്ക് ഹരിദ്വാറിന് പോകാം. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, ശിവക്ഷേത്രമുണ്ട്. ജസ്റ്റ് അവിടെ നിന്ന് കയറിയിട്ട് പോവാം. ഗംഗയുടെ തീരത്ത് തന്നെ. ഗംഗയുടെ തൊട്ട് തീരത്ത് തന്നെ ഈ ശിവക്ഷേത്രം. അപ്പം ഇവിടെയും കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. നമ്മളിത് ഇതിൻ്റെ മുകളിലാണ് കുളിച്ചത്. വണ്ടി അവിടെ ആയിരുന്നു നിർത്തത്, അപ്പുറത്തെ ആയിരുന്നു. അവിടെ നമ്മൾ കുളിച്ചത്. പക്ഷെ നമ്മളാ നിന്നിടത്ത് ഒഴുക്കുണ്ട്, ഇവിടെ വലിയ ഒഴുക്കില്ല. ഇവിടെ വലിയ ഒഴുക്കില്ല, പക്ഷേ ഇവിടെ ഒത്തിരി ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. ഇതുണ്ടോ, ഗംഗേശ്വർ മന്ദിർ സേവാ സമിതി. ഇതിലേ അങ്ങോട്ട് വേണേൽ പോകാം, പക്ഷേ കാറൊക്കെ പോകത്തുള്ളൂ, നമ്മൾ വെല്ലുവണ്ടി പോകത്തില്ല. അപ്പോൾ നമുക്ക് പുറകോട്ട് പോയി തിരിച്ചിട്ട് പോവാം. അവിടെ നിന്ന് അങ്ങോട്ട് ചെന്ന് തിരിഞ്ഞ് കയറുന്നുണ്ടോ ഒരു ഇച്ചിരി വളവ് ഇച്ചിരി കറക്റ്റ് ഇടയേ ഉള്ളൂ കേട്ടോ. വേണമെങ്കിൽ അതിലേ അങ്ങോട്ട് കയറ്റി വിടാമെന്ന് അറിയത്തില്ല, നോക്കണം. അതിലേ കയറുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ ഫോറസ്റ്റിലൂടെ കുറച്ച് പോകണേ പോയിട്ട് വരാം. അതല്ല തിരിച്ച് വരുമ്പോൾ പോവാം. അവിടെ നമ്മൾ പോയിട്ട് തിരിച്ച് ഇതിലെ ഋഷികേശ് വന്നേ തിരിച്ച് പോകാൻ പറ്റുള്ളൂ. ഇവിടെ ഈ ഡാം കെട്ടിട്ടേ അവിടെ വെള്ളം തടഞ്ഞു നിർത്തിയേക്ക് കുറച്ചേ തുറന്നു വിട്ടിട്ടുള്ളൂ. കണ്ടോ എന്നാ ചൂടാണേലുവേ ഈ ഗംഗയിലൊന്ന് ഇറങ്ങി കുളിക്കുമ്പോൾ നല്ല സുഖമാണ്. ആ വെള്ളത്തിന് നല്ലതാണ് ഇപ്പം. ഗംഗയിലെ വെള്ളമേ കണ്ടാലും ഓർക്കും ചെറിയൊരു കലക്കല് പോലെയാണ്. പക്ഷെ അതാ കലക്കലൊന്നുമില്ല, കൈ കോരുമ്പോൾ നല്ല തെളിച്ചമാണ്. പക്ഷെ അതാ മണ്ണിന്റെ കളറാ. ഇവിടുന്ന് ലെഫ്റ്റാ തിരിയണ്ടേ, ഫുള്ള് റൈറ്റ് ചേർന്നിട്ട് ഒടിഞ്ഞു വരണം. അത് ഇച്ചിരി ഇട കുറവാണ് അവിടെ. ഒടിച്ചോ ഫുള്ളടിച്ചോ. പറ്റേ നമ്മള് ടൗണിലേക്കാണോ? ടൗണിലേക്ക് പോവാ. അവിടെ എങ്ങാനും വണ്ടി നിർത്താൻ പറ്റുമോ അറിയത്തില്ല. ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും അവിടെ. നോക്കാം. പോട്ടെ. അതൊക്കെ ഋഷികേശിലേക്ക് വന്നേക്കുന്ന ആൾക്കാരെന്നുണ്ടോ, ട്രാക്ടറല്ലേ. കുഞ്ഞു പിള്ളേരാ കൂടുതലും. ഓ ഈ ചൂടത്ത് ട്രാക്ടറിന്റെ പുറകിലിരുന്ന്. അയ്യോ അതെ. എയിംസാ ഇത്. ഈ സൈഡിൽ കാണുന്ന എല്ലാം തട്ടുകടകളാണ്. യോഗ ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ് ആൻഡ് ദി അഡ്വഞ്ചർ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നാണ് ഋഷികേശ് അറിയപ്പെടുന്നത്. ഋഷികേശിൽ ഇഷ്ടംപോലെ ആശ്രമങ്ങളും അമ്പലങ്ങളും ഒക്കെ ഉണ്ട്. ഇതെല്ലാം ഋഷികേശ് ടൗണിന്റെ ഭാഗങ്ങളാണ്. ഇത് കൂവളത്തിന്റെ കായ, ഇത് ജ്യൂസ് അടിക്കാനായിട്ട് വെച്ചേക്കുന്നതാണ്. ആ കൂവളത്തിന്റെ കായ എന്നാ വലുപ്പമാന്ന് നോക്കി. ഇതിലും വലുപ്പമുള്ളതുണ്ട്. അവിടെ എന്താ പ്രശ്നം? വണ്ടി തട്ടി എന്തോന്നു. ചൂടുകാലം ആയതുകൊണ്ട് ഇഷ്ടം പോലെ ഫ്രൂട്ട്സ് കടകളാണ്. അപ്പോൾ നമ്മുടെ ബസ് ടൗണിലേക്കൊന്നും കയറ്റി വിടത്തില്ല. അപ്പം നമ്മൾ വണ്ടി ഒരു വഴിസൈഡിൽ ഒതുക്കി ആകാശിനെ വണ്ടി ഏൽപ്പിച്ചു. ഇപ്പം നമുക്കൊരു ഓട്ടോയ്ക്ക് പോയിട്ട് വരാം. ഭയങ്കര ചൂടാ, ചൂട് കാറ്റാണ് ഇങ്ങോട്ട് അടിക്കുന്നത്. ഓ ഞാൻ ഓർത്തില്ല കേട്ടോ ഇവിടെയൊക്കെ ഇത്രയും ചൂടുണ്ടെന്ന്. ആ ലഡാക്കിൽ ചെന്നപ്പോൾ ഒരു ശകലം വെയിൽ കാണാൻ വേണ്ടി കൊതിച്ചു. വെയിൽ ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി തണുപ്പിന് വേണ്ടി കൊതിക്കുക. അവിടെ തന്നെ ഈ ചൂടിനെക്കാട്ടി പേര് അതാന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ തോന്നുന്നു നമുക്ക്. വേറൊന്നുണ്ട്, ഇവിടെ ശ്വാസം കിട്ടുമല്ലോ, ശരിയാ, ഓക്സിജൻ ഉണ്ടല്ലോ. ഋഷികേശിലെ ബസ് സ്റ്റാൻഡ് ക്ഷേത്രങ്ങളുടെ. മറ്റേ നമ്മൾ കണ്ട ബസ് സ്റ്റാൻഡ് ലോങ് സർവീസ് ഒക്കെ. ഇത് മറ്റേ ചാർധാമും അങ്ങനെ മലയേറിയ ഹിൽസ് ഏരിയയിലേക്ക് വന്നേ. മലേറിയ അല്ല കേട്ടോ, നല്ല ഏരിയയാണ്. ഈ ബദ്രിനാഥും അതുപോലെ ചാർധാം യാത്രയ്ക്ക് നമ്മൾ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്ത് നമ്മുടെ രജിസ്ട്രേഷൻ ടിക്കറ്റ് എടുക്കണം, എന്നാലും നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മൾ നോക്കിയിട്ട് നമുക്കൊരു 15 ദിവസം കൂടിയത് കഴിഞ്ഞിട്ട് സ്ലോട്ട് കാണിക്കുന്നത്. അപ്പം ഇവിടെ ഓഫ്ലൈനായിട്ട് ഇവിടെ വന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ പോയി നമുക്ക് അന്വേഷിച്ച് നോക്കാം. യാത്ര രജിസ്ട്രേഷൻ കം ട്രാൻസിറ്റ് ക്യാമ്പ് ഋഷികേശ് ഉത്തരാഖണ്ഡ്. ചോദിച്ചു നോക്കാം. ഹെൽത്തി പിൽഗ്രിം ഹാപ്പി പിൽഗ്രിമേജ്. യാത്രയിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ മെഡിക്കൽ ചെക്കപ്പ്, അതുപോലെ തന്നെ നമ്മളിപ്പം ലൈറ്റ്, പിന്നെ ഫുഡ്, വാമായിട്ടുള്ള ഫുഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടാത്ത കാര്യങ്ങളെന്ന് പറയുന്നത് ജങ്ക് ഫുഡ്സ് കഴിക്കല്, അതുപോലെ തന്നെ കുറേ ലഗ്വേജും കാര്യങ്ങളായിട്ട് വരരുത്. പിന്നെ ഈ ഡേഞ്ചർ സോൺസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ ചില ക്ലൈമറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇപ്പോൾ നമുക്ക് വോമിറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അതിനൊക്കെ അനുസരിച്ച് അതൊന്നും നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയരുത്, അതൊന്നും കാര്യമായിട്ട് എടുക്കാതിരിക്കരുത്. പിന്നെ ആൽക്കഹോള്, സ്മോക്കിങ്, ഡ്രഗ്സ് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും യൂസ് ചെയ്യരുത്. ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ രജിസ്ട്രേഷൻ ക്യാമ്പ് ഉള്ളത്.
അപ്പോൾ അധികം ദൂരം ഇപ്പം നമ്മൾ ബസ്സിനൊക്കെ കയറി വരുന്നവർക്കാണെങ്കിൽ നല്ല കൺവീനിയൻ്റ് അത്. നടന്ന് ഇങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് വരാൻ വന്നാൽ മതി, കുറച്ചേ ഉള്ളൂ. ഈ വലിയ വണ്ടി കിടക്കുന്ന എല്ലാം ചാർധാം യാത്രയ്ക്ക് വന്നിട്ട് വണ്ടി ഇവിടെ ഇട്ടിട്ട് ചെറുവണ്ടിയിൽ പോയേക്കുന്ന ആൾക്കാരാണ്. ആ വലിയ വണ്ടി പോകാൻ പറ്റിയാത്ത സ്ഥലങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇവിടെ അടുത്ത് തന്നെ ഷെയർ ടാക്സികളൊക്കെ കിട്ടുകയും ചെയ്യും ഈ ഏരിയയിൽ തന്നെ ഇഷ്ടംപോലെ. ഇവിടുത്തെ ഗവൺമെന്റ് ബസ്സാ, സർക്കാർ ബസ്സാണ്. എനിക്ക് സ്ഥിരമായിട്ട് ടൂർ കൊണ്ടുപോകുന്നുണ്ടാണ് ഇതിനൊക്കെ ടൂറിസ്റ്റ് എന്ന നെയിം ബോർഡ്. ഇഷ്ടംപോലെ ബസ്സുകൾ കിടപ്പുണ്ട്, വലിയ വണ്ടികൾ. ഇപ്പം മെയിൻ ടൈമാ യാത്രയുടെ. അതാ വഴിയെല്ലാം ബ്ലോക്കാണ്, ഭയങ്കര ബ്ലോക്കാ. വഴിയൊക്കെ ടൗണിലേക്കൊന്നും ഒട്ടും വരത്തില്ല. യാത്ര രജിസ്ട്രേഷൻ ഓഫീസ് ആൻഡ് ട്രാൻസിറ്റ് ക്യാമ്പ് ഇവിടെ ഈ ബിൽഡിങ്ങിൻ്റെ അങ്ങേറ്റത്താന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ നടക്കുന്നത്. ഇവിടെ കുഞ്ഞ് കടകളൊക്കെ ഉണ്ട് ഫുഡൊക്കെ ആയിട്ട്, നാസ്തായും പിന്നെ ഫ്രൂട്ട്സും ജ്യൂസും എല്ലാം ഉണ്ട്. ആ ഓട്ടോക്കാരൻ പറഞ്ഞ എന്നാന്നറിയോ, ഭയങ്കര തിരക്കാണ്, വഴിയെല്ലാം ജാമൊക്കെ ആയിരുന്നു. നിങ്ങൾ ഈ വലിയ വണ്ടിയും കൊണ്ട് പോകുന്നത് അവിടെ അന്വേഷിച്ചിട്ട് പോകണം, വണ്ടിക്ക് പാസ് കിട്ടുമോ അല്ലെ പോകാൻ പറ്റുമോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് പോകണമെന്നൊക്കെയാണ് പറഞ്ഞത്. ചാർധാം യാത്ര ഫ്രീ രജിസ്ട്രേഷൻ സെൻറ്റർ ഋഷികേശ്. പൊന്നത് അവിടെ ഫ്രണ്ടിൽ പോയി നിൽപ്പുണ്ട്, ചോദിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അതെ, പൊന്നു ചോദിച്ചിട്ട് വരട്ടെ. അതെ, പാസ് കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ പോകാം. ചെല്ലുന്നിടം വരെ ചെല്ലും. അപ്പം ഒരു കാര്യം ചെയ്യും, നിങ്ങളെ അവിടെ രജിസ്റ്റർ ചെയ്യും, ഞാനിപ്പറേ രജിസ്റ്റർ ചെയ്യാം. മെയിലും ഫീമെയിലും വേറെ കൗണ്ടറിൽ ഓരോരുത്തരും നിന്ന് രജിസ്റ്റർ ചെയ്യാം. നമുക്ക് ദർശനത്തിനുള്ള ടിക്കറ്റ് കിട്ടി, പക്ഷെ നാളെ കഴിഞ്ഞത്തേക്കാണ് കിട്ടിയേക്കുന്നത്. 300 കിലോമീറ്റർ 250 കിലോമീറ്ററേ ഉള്ളൂ. അതെ, പക്ഷേ ഞാൻ മാപ്പിൽ നോക്കിയപ്പോൾ നമ്മൾ ഇവിടുന്ന് 300 കിലോമീറ്റർ ഉള്ളതിലും 300 കിലോമീറ്ററിന് 10 മണിക്കൂറാണ് അപ്രോക്സിമേറ്റ് പറയുന്നത്. അല്ലെന്നേ, നമുക്ക് സമയം ഒത്തിരി ഉണ്ട്, 48 മണിക്കൂറുണ്ട്. അതുകൊണ്ട് പതുക്കെ നടന്നു പോയാലും ചെല്ലും. അല്ല, പോകുന്ന വഴിക്ക് ഇടയ്ക്ക് നമ്മൾ കുറച്ച് പ്ലാൻ ചെയ്തായിരുന്നു. അത് വേണ്ട, അത് നമുക്ക് തിരിച്ചു വരുമ്പം ചെയ്യാം. നേരെ ബദ്രിനാഥ് പോവാം. പാസ് കിട്ടി എന്തായാലും, അത് ചെറിയ കാര്യമല്ല, അതൊരു ഭാഗ്യം. പാസ് കിട്ടിയില്ലേ നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവുകയുള്ളൂ. അപ്പം നമുക്ക് ഇപ്രാവശ്യം ബദ്രിനാഥ് പോകാൻ പറ്റും. അതുകൊണ്ടാണ് പാസ് കിട്ടിയത്, അല്ല കിട്ടുകയില്ല. അത്രേ ഉള്ളൂ. ഇവിടെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സെപ്പറേറ്റ് ആയിട്ട് 2 കൗണ്ടറുകളാണുള്ളത്. പിന്നെ അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എല്ലാ ആൾക്കാർ തന്നെ ചെല്ലണം, അല്ലാണ്ട് എൻ്റെ പേരിൽ വേറെ ആൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ ID കാർഡ് കൊണ്ടുചെല്ലണം, ആധാർ കാർഡ് കൊണ്ടുചെല്ലണം. പിന്നെ നമ്മളവിടെ ചെല്ലുമ്പോൾ തമ്പ് നമ്മുടെ സ്കാൻ ചെയ്യുകയും ചെയ്യും. അവരവിടെ ID ഫോണെ കാണിച്ചാലും മതി, തമ്പ് വെക്കണം. അതുകൊണ്ട് തന്നെ ആള് പറഞ്ഞു. അപ്പോൾ ആകാശിനെ കൂട്ടാതെ നമ്മൾ വന്നേ. അപ്പോൾ ഇനിയിപ്പം ആകാശിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ആകാശ് വന്നാലേ ആകാശിനുള്ള പാസ്വേഡ് കിട്ടുള്ളൂ. അതേ, ആള് പറഞ്ഞെത്തിക്കഴിഞ്ഞു. അണ്ടേ, ആധാർ കാർഡില്ലേ, ഫോണെ കാണിച്ചാൽ മതി. എന്നെ കണ്ട മനസ്സിലാവുന്ന, എന്നെ കണ്ടിട്ട് ഞങ്ങൾക്ക് പോലും മനസ്സിലാവുന്നില്ല. ഇത് നമ്മുടെ ചാർധാം യാത്രയുടെ മാപ്പാണ്. അത് ഓരോ സ്ഥലത്തു നിന്നും വരുന്ന വഴികളും എല്ലാം ആണ് മെയിനായിട്ട് അതിനകത്തുള്ളത്. ഇതെല്ലാം പറയണമെങ്കിൽ ഒത്തിരി സമയം എടുക്കും, അതിനകത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല. ഇതേ ഋഷികേശിൽ നിന്ന് ബസ്സുള്ള സമയമാണ്. ബസ് ഓരോ സ്ഥലത്തേക്ക് ഋഷികേശിൽ നിന്ന് ബദ്രിനാഥിന് 6 മണിക്ക് ഒരു ബസ്സുണ്ട്, 6:30ക്കും ഉണ്ട്. 820 രൂപയാണ് ചാർജ്. പിന്നെ ഋഷികേശിന് സോൻപ്രയാഗ് 6 മണിക്കും ഉണ്ട്, 8 മണിക്കും ഉണ്ട്, അതിന് 630 രൂപ. ഹരിദ്വാർ സേ സോൻപ്രയാഗ് വയ ഋഷികേശ്, അതായത് ഹരിദ്വാറിൽ നിന്നുണ്ട് കേട്ടോ, 7:30ക്ക് അത് 685 രൂപ, ഋഷികേശിന് 620 രൂപ. അപ്പോൾ അതിൻ്റെ ഒരു ഓരോ സ്ഥലത്തേക്കുള്ളതിൻ്റെ ലിസ്റ്റാണ്. അതല്ലേ സംഭവം, എല്ലാം പെട്ടെന്ന് റെഡിയായി. 5 മിനിറ്റ്. ഇതുപോലെ QR ഉള്ള ഇതാണ് ടിക്കറ്റ്, അതിലൊരു QR ഉണ്ട്. പിന്നെ നമുക്ക് ഫോണിലോട്ട് നമ്മുടെ ഗ്രൂപ്പ് നമ്പർ ഒരു മെസ്സേജും വരും. ഇതെല്ലാം ചാർധാം യാത്രയ്ക്ക് വന്നേക്കുന്ന തീർത്ഥാടകർ വന്നേക്കുന്ന വണ്ടികളായി കിടക്കുന്നത്. ഇതെല്ലാം തീർത്ഥാടകർക്കുള്ള റെസ്റ്റിംഗ് ഏരിയ. എല്ലാ സൈഡിലും ഓരോ കൂളറൊക്കെ വെച്ചിട്ടുണ്ട്. കൂളർ ഇരിക്കുന്നിടത്ത് ആൾക്കാരും കൂടിയിരിപ്പുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സ്ക്രീനിൽ ഒരു 5 ദിവസത്തെ വെതർ അപ്ഡേറ്റ്സും കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ 2 സൈഡിലായിട്ട് വെള്ളം കുടിക്കാനൊക്കെ സ്ഥലമുണ്ട്. അതുപോലെ തന്നെ ചൂടുവെള്ളം തണുത്തവെള്ളം ഒക്കെ ഉണ്ട്. ഓൺലൈൻ നമ്മൾ ടിക്കറ്റ് നോക്കിയിട്ട് കിട്ടിയില്ലല്ലോ, ഇവിടെ വന്നാൽ ഇതുപോലെ കിട്ടും. എപ്പോഴും കിട്ടിയാലായിരിക്കും. ഓൺലൈനിൽ കിട്ടും, പക്ഷെ നമ്മൾ പ്രീ പ്ലാൻഡ് അല്ലായിരുന്നല്ലോ. അപ്പോൾ അതിപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഒരു 10 ദിവസം മുന്നോട്ടൊക്കെ ആയിരുന്നല്ലേ കാണിക്കുന്നത്. അപ്പം പക്ഷേ ഇതിപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഇങ്ങോട്ടുള്ള കിട്ടിയല്ലോ. അപ്പോൾ ചില സമയങ്ങളിൽ ഇങ്ങനെ വന്നാൽ കിട്ടുമെന്നാണ് ഇവിടെ അന്വേഷിച്ചപ്പം അറിയാൻ സാധിച്ചു. പിന്നെ ഇതേ ഇവിടെ ഹോസ്പിറ്റലുണ്ട്. മലയാളത്തിൽ ആശുപത്രി എന്ന് എഴുതിയിട്ടുണ്ട്. എല്ലാ ലാംഗ്വേജും ഉണ്ട്, മിക്ക ലാംഗ്വേജും ഉണ്ട്. തമിഴുണ്ട്, ഹിന്ദി, ബാക്കിയൊന്നും മനസ്സിലായില്ല. അതെ, നമ്മൾ തുടീസ് അല്ല ഉരുളി കമത്തി വെച്ചേക്കുന്നല്ലേ, ഉരുളിയല്ലേ, ഇറുക കമഴ്ത്തി വെച്ചു. അല്ലേ, അത് തന്നെ
ആ പഞ്ചാബി. പഞ്ചാബി ഒക്കെ ഉണ്ടോ നോക്കി ഒന്ന് പറഞ്ഞേ. ഗുജറാത്തി. ആ ഇവിടെ കുറച്ച് 2-3 വെയിറ്റിംഗ് ഹാളുകളുണ്ട്. ഇതൊരു വെയിറ്റിംഗ് ഹാളാ. ഹിമാലയ ദർശൻ, ഇത് പ്രൈവറ്റ് ബസ്സാണ്. ജയ് കാശി വിശ്വനാഥ്. ഇതുണ്ടോ ഇങ്ങോട്ട് ഇതിൻ്റെ ബാക്കിലൊക്കെ ഇഷ്ടംപോലെ ബസ്സുകൾ കിടപ്പുണ്ട്. കാർ പാർക്കിംഗും ഉണ്ട് കേട്ടോ ഇവിടെ. ആ കാറും ഉണ്ട്, ഇത് ടെമ്പോ ഒക്കെ കിടപ്പുണ്ട്, ട്രാവലറൊക്കെ. സുലഭ് ശൗചാലയ കോംപ്ലക്സ്, ടോയ്ലറ്റും ബാത്റൂം ഒക്കെ ഉണ്ട്, കുളിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോഴേ തിരിച്ച് നേരെ എന്നാൽ പിന്നെ വണ്ടിയിലേക്ക് പോവാം. ഇവിടെ ഇച്ചിരൂടെ കറങ്ങാനുണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് ഈ ചൂട് കാരണം കറങ്ങണമെങ്കിൽ ഇനി നമുക്ക് മഴക്കാലത്തും വരാം, തണുപ്പുള്ള സമയത്ത് വരാം. നമ്മുടെ കാഷ്യർ പൊന്നുമാണ്, നേരത്തെ ലായേഷായിരുന്നു. അതെ, ആള് മാറി അല്ലേ. ആകാശേ വന്നപ്പോഴേ എന്ത് ഉത്സാഹമാണ് തോരൻ വെക്കാൻ. നമ്മൾ മുമ്പേ പോയപ്പോൾ പോയി ക്യാബേജ് മേടിച്ചോണ്ട് വന്നു, തൈരും മേടിച്ചോണ്ട് വന്നു. വന്നപ്പോഴേ വേഗം തോരൻ വെക്കാൻ തുടങ്ങും. എന്നെ വിശക്കാൻ തുടങ്ങിയോ? അല്ല സമയം കളയണ്ടല്ലോ. ആ ഇത് എത്ര നേരം കൊണ്ടല്ലേ ഇങ്ങനെ ഇവന്. അത് പകുതിയായിരിക്കും ഞാൻ. ഇന്ന് ആകാശ് ബ്രോയുടെ വക പിന്നെ ക്യാബേജ് തോരനാണ്. പാളിപ്പോയ കറി നമ്മൾ ഇവിടെ ആകാശം ഉണ്ടാക്കണ്ടേ? കിച്ചനെ ഉണ്ടാക്കിയല്ലേ വെന്തേ കഴിക്കൂ. കടുക് ഇട്ട് ഇഞ്ചി ഇട്ടു. ഇത് പിന്നെ ക്യാബേജും സവോളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ അരിഞ്ഞ. ഇതെല്ലാം കൂടെ അരിഞ്ഞിട്ട് ഉപ്പിട്ട് തിരുമ്മി, ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് നല്ലപോലെ തിരുമ്മി. തേങ്ങ ഒന്നും ഇട്ടിട്ടില്ല. ആകാശിൻ്റെ ക്യാബേജ് മെഴുക്ക് വരട്ടി റെഡി. അത് തോരനല്ലേ ക്യാബേജ്? ഞാനിനി മെഴുക്ക് വരട്ടി എന്ന് പറയുള്ളൂ. തേങ്ങ ഇടുന്നതിന് ആ തോരനകത്ത് തേങ്ങ ഇടുമ്പോഴാണ് അത് തോരനാവുന്നത്. ഇത് ഞാൻ ഇത് നീ തേങ്ങ ഇട്ടില്ല, അതുകൊണ്ട് ഇത് മെഴുക്ക് വരട്ടി. ചോറും ക്യാബേജ് മെഴുക്ക് വരട്ടി തൈരും കേട്ടോ. അച്ചാർ വേണോ? അച്ചാർ പിന്നെ വേണമെന്ന് ചോദിക്കണോ? അച്ചാർ ഒട്ടും കൊടുക്കാത്തതുകൊണ്ടാണ്. 3 ഭരണി അച്ചാർ കൊണ്ടുവന്ന് തീർന്നു. 3 ഭരണിയും കൂടെ ഞാൻ അച്ചാറിട്ടു. അതിൽ 1 ഭരണി തീരാറായി. നമുക്കെന്നാലേ ഋഷികേശിലെ കറക്കമൊക്കെ തൽക്കാലം മതിയാക്കി നേരെ ബദ്രിനാഥ് വിട്ടേക്കാം. ആ അപ്പോൾ നമുക്കിവിടെ രാം ജിലയും ലക്ഷ്മൺ ജിലയും ജാനകി ജിലയും ഒക്കെ ഉണ്ടായിരുന്നു, അത് കാണാൻ പോയില്ല. പിന്നെ പിന്നെ അതിന്റെ സൈഡിലൊക്കെ ഇഷ്ടംപോലെ കട്ടുകളും ആശ്രമങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇന്നാള് വന്നപ്പോൾ കുറെ അടുത്തെല്ലാം പോയതായിരുന്നു. ആ വീഡിയോ നമ്മുടെ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് കൊടുക്കാം. അങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ച, പക്ഷെ അങ്ങോട്ടൊക്കെ ഭയങ്കര ട്രാഫിക്കാണ്. അതുകൊണ്ടാണ് പിന്നെ വേണ്ടെന്ന് വെച്ചത്. ശ്രീനഗർ, ദേവപ്രയാഗ്. ശ്രീനഗർ ഇവിടുത്തെ ഉത്തരാഖണ്ഡിലെ ശ്രീനഗർ കേട്ടോ. ജമ്മു കാശ്മീരി മാത്രമല്ല ശ്രീനഗർ. ശ്രീനഗർ ഒത്തിരി ഉണ്ട്. രാം ജിലയും ലക്ഷ്മൺ ജിലയും ജാനകി ജിലയും ഓരോ പാലങ്ങളാണ്. ജുല എന്ന് പറഞ്ഞാൽ പാലം എന്നാണ് അർത്ഥം. ഇതിൽ ഏറ്റവും വലുത് രാം ജിലയാണ്. ഇരുമ്പ് വടം കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ കിടന്ന് ഒരു 10-15 കിലോമീറ്റർ അപ്പുറം വരെ കിടക്കുന്നിടം വരെ നല്ല ട്രാഫിക് ആയിരിക്കും. 15 കിലോമീറ്റർ ഓടാൻ 1 മണിക്കൂറൊക്കെയാണ് ഗൂഗിളിൽ കാണിക്കുന്നത്. ഇതാണ് ത്രിവേണിഘട്ട് ചൗക്ക്. ഇന്നലത്തെക്കാട്ടിലും ഇന്ന് തിരക്ക് കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. രാം ജിലയും ലക്ഷ്മൺ ജിലയും ജാനകി ജിലയും ഗംഗാനദിക്ക് കുറേ നിർമ്മിച്ചിരിക്കുന്ന 3 പാലങ്ങളാണ്. ജോഷിമഠ് 243 കിലോമീറ്റർ. ഇവിടുന്ന് ഇവിടുന്ന് തിരിച്ചുവിടുക, ലെഫ്റ്റിലേക്ക് പോകണം. ഡീസലും പെട്രോളും എല്ലാം ഫുള്ളാക്കി പോയേക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് മല കയറാൻ തുടങ്ങിയല്ലേ, അപ്പോൾ ഇവിടുന്ന് ഫുള്ളാക്കി പോവുകയാണല്ലേ കുഴപ്പമില്ലല്ലോ. പമ്പിലൊരു മലയാളിയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഡീസൽ ഫുള്ള് ചെയ്തു, ഈ പെട്രോളും കൂടെ ഫുള്ള് ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തുക. ഡീസൽ മൊത്തം കുടിക്കുന്നത് നമ്മുടെ എ സിയാണ്. അതെ അതെ. ഇത്ര ചൂടല്ലേ, അതിന് എ സി വർക്ക് ചെയ്യുമ്പോൾ നല്ലപോലെ ഡീസൽ അങ്ങ് തീരും. കാശ്മീർ പോയപ്പോൾ ഇത്രയും ചെലവുണ്ടായിരുന്നു? കാശ്മീരോ? കാശ്മീർ ഇത്ര എ സിയുടെ ആവശ്യമില്ല, തണുപ്പല്ലായിരുന്നു. കാശ്മീരും ലഡാക്കും മാത്രം എ സി ഇല്ലായിരുന്നു, വേണ്ടായിരുന്നല്ലോ. ഇതേ അവിടെ ഇടിഞ്ചക്ക ഉണ്ട് കേട്ടോ. പച്ചക്കറിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? ഇടിഞ്ചക്ക ഇരിപ്പുണ്ട്. ഇവിടുന്ന് പോണ്ട സാഹിബ്, മസൂരിയൊക്കെ നമ്മൾ അതുവഴിയാണ് വന്നത്. ഡെറാഡൂൺ എയർപോർട്ടൊക്കെ അങ്ങോട്ട് നേരെ. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വഴിക്കാണ് വന്നത്. ഇവിടുത്തെ ലോറി പാർക്കിങ് അതുകൊണ്ട് ഇത് നദിയായിരുന്നു, നദിയിലാണ് പാർക്ക് ചെയ്തേക്കുന്നത് ലോറിയും ബസ്സും ഒക്കെ. വെള്ളം വരുന്നതായിരിക്കും നദിയിലേ. ഇപ്പം വെള്ളമില്ല. വെൽക്കം ടു അഡ്വഞ്ചർ സിറ്റി. ഈ ഋഷികേശിൽ ഇഷ്ടം പോലെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട്. റാഫ്റ്റിംഗ് ഉണ്ട്, കയാക്കിംഗ് ഉണ്ട്,
പിന്നെ ബങ്കി ജമ്പിങ് ഉണ്ട്, അങ്ങനെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. ലൈൻ ഉണ്ട്. ഈ ബങ്കി ജമ്പിങ് എന്ന് പറഞ്ഞാൽ കയറെ കെട്ടി തൂക്കി താഴോട്ട് ഇടുവല്ലേ? കാല കെട്ടി താഴോട്ടിടും. റിവർ റാഫ്റ്റിംഗ് നമ്മള് പിന്നെ പഹൽഗാമിൽ പോയതല്ലായിരുന്നോ? പഹൽഗാമിലെ റിവർ റാഫ്റ്റിംഗ് പോലെയല്ല, ഇവിടെ 10-16 കിലോമീറ്റർ കൊണ്ടുവന്ന റിവർ റാഫ്റ്റിംഗ്. അല്ല 16 ഉണ്ട്, അതിൽ കൂടുതലുള്ളതുണ്ട്. അതുകൊണ്ട് നമ്മൾ പോയില്ല. ചെറിയ റിവർ റാഫ്റ്റിംഗ് വല്ലതും ആയിരുന്നെങ്കിൽ പോയേനെ. എന്തായാലും ഒരു 3-4 മണിക്കൂർ സമയം പോകും. സമയം തന്നെയല്ല, ഭയങ്കര ഡേഞ്ചറാ. ഡേഞ്ചർ ആണെങ്കിൽ അതിനല്ലേ ഒരു അഡ്വഞ്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ട് പിള്ളേർക്ക് 2 പേർക്കും പോകാൻ പേടിയായിരുന്നു. ഞങ്ങൾക്കല്ലായിരുന്നു പേടി, കൂടെ ഉള്ളവർക്കൊക്കെ ആയിരുന്നു. എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ ചെയ്യാന്നും പറഞ്ഞിട്ട് വന്നല്ലേ. അച്ഛനാണ് ആദ്യം പറഞ്ഞത്. പിന്നെ അങ്ങനെയുള്ള അല്ല, വെള്ളത്തിലുള്ള കളിക്ക് ഞാനില്ല. ബാക്കി എന്നാ കേസാണേലും കുഴപ്പമില്ല. രക്ഷിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ നീന്താൻ ആരും ആകെ മെയിൻ ഡ്രൈവർക്ക് അറിയത്തുള്ളൂ. അതുകൊണ്ടും കാര്യമില്ല. എന്നറിയോ? അല്ലല്ല, അതല്ല, നീന്താൻ പോയിട്ട് ഇവിടെ ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. വെള്ളത്തിൽ പോയിട്ട് നീന്താൻ. അല്ലേ, അത് മെയിൻ ഡ്രൈവർ രക്ഷപ്പെടും, പിന്നെ നമ്മളെ വിളിക്കത്തുള്ളൂ. ഇവനാ ഏറ്റവും പേടി. അത് ശരിയാട്ടോ. ഞാനില്ലെന്ന് അപ്പോഴേ പറഞ്ഞു, എനിക്ക് കാശ് കൊടുത്ത് ജീവൻ കളയേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങൾ പോകാൻ പ്ലാൻ ചെയ്ത് വന്നാ. അപ്പം പിന്നെ ഞങ്ങൾ ഒരുമിച്ച് വന്നിച്ച് ഒരാൾ വരാതെ ബാക്കിയുള്ളവർ പോവാന്ന് പറഞ്ഞാൽ അതൊരു ശരിയല്ലാത്തോണ്ട് വേണ്ടാന്ന് വെച്ചു. പേടിയായിട്ടല്ല. ആർക്ക് പേടി? ഇവര് പോകാൻ തയ്യാറായിട്ട്. പഹൽഗാമിൽ പോ. ഇവര് ഭയങ്കര ഇൻട്രസ്റ്റിലാണ് നിൽക്കുന്നത്. മൊത്തം ഇവര് ഇപ്പൊ തന്നെ പോകാന്ന് പറഞ്ഞു. ഇപ്പം വേണേലും ഇറങ്ങി പോകാൻ തയ്യാറായിട്ടാ നിൽക്കുന്നത്. നമുക്ക് തിരിച്ചു വരുമ്പോ നോക്കാന്നല്ലേ. വേണ്ട, എന്നെ ബ്ലോക്കാന്ന് നോക്കി. നമ്മളെ ഇപ്പുറത്തെ വഴിക്ക് തിരിച്ചു വിട്ടോണ്ട് നമ്മള് ഇങ്ങനെ ഈ പോന്നു. നേരെ വന്നിരുന്നെങ്കിൽ അതിലും ബ്ലോക്ക് ആയേനെ. അത് തന്നെയല്ല, എനിക്കൊന്ന് അങ്ങോട്ട് പോകുന്ന വണ്ടികൾ കുറവാ. എന്നാന്നറിയോ, ഈ ശനി ഞായറും എല്ലാം അവിടെ ഭയങ്കര തിരക്കായിരുന്നു. ആ ഓട്ടോക്കാരൻ പറഞ്ഞ. അപ്പോൾ അവിടെ ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പം നമ്മൾ ഋഷികേശിൽ നിന്ന് പിന്നെ ഹിമാലയം കയറാൻ തുടങ്ങിയിരിക്കുകയാണ്. 2 സൈഡും വനമാണ്. ദേവഭൂമി, ഉത്തരാഖണ്ഡ്, ഇവിടുത്തെ എല്ലാ വണ്ടിയിലും എഴുതിയിട്ടുണ്ട്, ബസ്സിലും ലോറിയിലും ഒക്കെ. അതുപോലെ തന്നെ മിക്കയിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. ഇതിലേന്ന് അങ്ങോട്ട് പോയാൽ യമുനോത്രി, ഗംഗോത്രി ഒക്കെ പോകും. ശരിക്കും നമ്മൾ ചാർധാം പോകുന്നുണ്ടെങ്കിൽ യമുനോത്രിയും ഗംഗോത്രിയും പോയിട്ടാണ് കേദാർനാഥ് പോകേണ്ടത്. ഗർവാൾ ഹിമാലയത്തിലേക്കുള്ള കവാടമാണ് ഋഷികേശ്. ഈ ടൈപ്പ് കട്ട്ചേസ് ബസ്സുകൾ, ചെറിയ ബസ്സുകളെല്ലാം ചാർധാമിനുള്ള ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്നതാണ്, തീർത്ഥാടകരെ. ശരിക്കും പറഞ്ഞാലേ ഇങ്ങനെ ഒരു ഇങ്ങോട്ട് പോകുന്ന ഒരു നമ്മുടെ ഈ ഒരു ട്രിപ്പിൽ നമ്മൾ തീരുമാനിച്ചതല്ലായിരുന്നു അല്ലേ? അല്ലല്ല, ഇവിടുന്ന് ലെഫ്റ്റ്. നമ്മളെ അവിടെ വഴി ബ്ലോക്ക് ആയിരുന്നുണ്ട്, അതിൽ തിരിച്ചിട്ട് ഇല്ല, ഈ വഴിക്ക് വരേണ്ടതായിരുന്നു. ലക്ഷ്മൺ ജുലയൊക്കെ നേരെയാ, ശിവപുരി, കേദാർനാഥ്, ബദ്രിനാഥ്. പോകുന്ന വഴി ചിലപ്പോൾ ലക്ഷ്മൺ ജുല കാണാതിരിക്കും കേട്ടോ. അവിടുന്ന് റൈറ്റ്, ജോഷിമഠ്, ബദ്രിനാഥ് എല്ലാം റൈറ്റ്. ഗംഗോത്രി, യമുനോത്രി ഇവിടുന്ന് ലെഫ്റ്റ്. അതാ മുമ്പേ കണ്ട വഴിയിലേക്ക്. ഇങ്ങോട്ട് മൊത്തം ശബരിമലയ്ക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്ന പോലെ വണ്ടി കിടക്കുന്ന പോലെ വണ്ടികൾ കിടക്കാണല്ലോ 2 സൈഡിലും. അപ്പുറമൊക്കെ ഒത്തിരി വണ്ടിയുണ്ട്. ഞാൻ ഓർത്തേ അവിടുന്ന് വലിയ ബ്ലോക്കൊന്നും ഇല്ല. ഇങ്ങോട്ട് കയറിയപ്പോ ഇങ്ങോട്ട് ബ്ലോക്ക് ഇല്ലാത്ത നല്ല റോഡായിരിക്കും. ഇനിയും ബ്ലോക്ക് കാണും ചിലപ്പോ മുന്നോട്ട്. ഈ സൈഡിൽ കൂടെ എല്ലാം വണ്ടി നിർത്തിയിട്ടേക്കാ. കണ്ടോ, ഈ റൈറ്റ് സൈഡിൽ ഇതൊരു പാർക്കിംഗ് ഗ്രൗണ്ടാ. വലിയ ബസ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ. അരുണാചലിൽ നിന്ന് വരുന്നൊന്നുമല്ല, AR വണ്ടികൾ നമ്മുടെ അവിടെ നാട്ടിലും ഉണ്ട് ഇഷ്ടം പോലെ. ബാംഗ്ലൂർ വണ്ടിയൊക്കെ, ട്രാവലറുകൾ എന്തേരെയാന്ന് നോക്കിയോ, ഇഷ്ടം പോലെ ഉണ്ട്. അത് ഇവിടെ ഓടുന്ന എല്ലാം കട്ട്ചേസ് വണ്ടികളാ, ചെറിയ വണ്ടികളായി. അത് ഇവിടെ ഒരു കാര്യം പറയാൻ പറ്റേ, റാഫ്റ്റിങ്ങിനുണ്ടല്ലോ ഫിക്സഡ് റേറ്റ് ആണെന്നാ പറഞ്ഞ 600 രൂപ. 600 രൂപ ഒരാൾക്ക് 17 കിലോമീറ്റർ ഒക്കെ ഉള്ളു. പക്ഷെ സീസൺ അനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യുന്നേ. ആണല്ലേ? ഗവൺമെന്റ് റേറ്റ് 600 ആണ്. പക്ഷെ സാഹചര്യത്തിനനുസരിച്ച് കൂടും, കുറയല്ല, മാറ്റം വരും. അതെ. അല്ല, അതിന് കമ്മിറ്റിക്ക് അധികാരം ഉണ്ടല്ലോ. അങ്ങനെ തോന്നുന്ന വിധം പൈസ മേടിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല നിയമപരമായിട്ട് പറഞ്ഞാൽ. പക്ഷേ ഇതാരും കംപ്ലൈൻ്റ് ഒന്നും ചെയ്യാറില്ലല്ലോ. അവർ പറയുന്ന പൈസ കൊടുക്കുക, പോവുക, അത്രയല്ലേ ഉള്ളൂ. വഴികളൊക്കെ ഇടുങ്ങിയതും ഒക്കെ ആകാൻ തുടങ്ങി. അങ്ങോട്ട് നോക്കി, അതാ രാംജുലയും ലക്ഷ്മൺ ജുലയൊക്കെ അവിടെ കാണാമായിരുന്നു. താഴെ ഋഷികേശ് കാണാം. പക്ഷെ കണ്ടില്ലല്ലോ. ഇതിന് ഇടയ്ക്ക് നിന്റെ മുഖം ഏതാണ്ട് വീർത്തിരിക്കുന്നേണ്ടേ. ഇങ്ങോട്ടുള്ള വഴി ഇതൊക്കെ തന്നെയാണോ? അങ്ങോട്ടുള്ള വഴിയൊക്കെ ഇതൊക്കെ തന്നെയാ. പിന്നെ ഇപ്പൊ ഇങ്ങനെ അങ്ങോട്ട് ചെല്ലുമ്പോ ഇച്ചിരൂടെ
ഇടുങ്ങിയതും ഒക്കെ ആവുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുക. എനിക്കറിയത്തില്ല, ഞാൻ വന്നിട്ടില്ല. എന്നാലും ഇതിലും നല്ലതാവാൻ സാധ്യത കുറവാണ്. മിക്കവാറും ഞാൻ നവരസങ്ങളെല്ലാം കാണിക്കേണ്ടി വരും. ആയുഷ്മാൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ഇത് മറ്റേ സാധനം. ഇതാണ് റിവർ റാഫ്റ്റിങ്ങിന് പോകുന്ന ലെഫ്റ്റിലേക്ക് തപ്പോവൻ. റാഫ്റ്റിംഗ് പോയിന്റിന്റെ അടുത്തൂടെ കേട്ടോ നമ്മള് പോകുന്നേ. അതെ, നമുക്ക് തിരിച്ചു വരുമ്പം റാഫ്റ്റിംഗ് ചെയ്യാന്ന. തിരിച്ചു വരുമ്പോ ചെയ്യണം. തിരിച്ചു ഇതിൽ തന്നെ ഈ ഋഷികേശ് വരാതെ പോകാൻ പറ്റിയല്ല. ഇത് തപോവൻ എന്ന് പറഞ്ഞ സിറ്റിയാ. അങ്ങനെ ചെല്ലുമ്പോൾ ഒരു സമയം ആവും. ഇവിടെ ഏകദേശം കറക്റ്റ് എഴുതിയിട്ടുണ്ട്. ബദരീനാഥ് 291, കേദാർനാഥ് 223. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ BRO ആണ് ഇവിടുത്തെ ഈ റോഡുകളെല്ലാം പണിയുന്നത്. അയ്യോ, ഹിമഗിരി എക്സ്പ്രസ്. ഓരോ വർഷമേ ഇത്ര ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഇങ്ങോട്ട് എത്തുന്ന. അപ്പം ഈ റോഡുകളൊക്കെ ഇച്ചിരൂടെ നല്ലപോലെ പണിതിടേണ്ടതാ. റോഡുകളൊക്കെ ഇവിടെ ഈ 2 മാസം തിരക്കല്ലേ ഉള്ളൂ, പിന്നെ ഒരു മനുഷ്യനും കാണുകയല്ല. ആംബുലൻസ്. നമുക്ക് ആ മലയിൽ കൂടെയൊക്കെയാണ് പോകണ്ടേ? ആ മലക്കൂടൊക്കെ ആയിരിക്കും മിക്കവാറും പോകുന്നത്. ഇവിടുത്തെ വണ്ടിക്കാര് ഭയങ്കര ഈ ലൈനിലൊന്നും നിൽക്കാതെ ഇടയ്ക്കൂടെ കയറി വരും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ നിൽക്കും. മുകളിലേക്ക് നോക്കിയാൽ മണ്ണിടിച്ച് വരുന്ന. അതാ ഇവിടെ ഈ മഴക്കാലത്ത് അധികം ആൾക്കാർ ഇങ്ങോട്ട് വരികയില്ലാത്തതെന്നു വെച്ചാൽ മണ്ണിടിച്ചിലൊക്കെ കണ്ടുപോകാൻ ഉണ്ടാകുന്ന ഒരു സ്ഥലമായത്. ഉത്തരാഖണ്ഡിൻ്റെ ഈ മലമ്പ്രദേശങ്ങൾ മുഴുവൻ അങ്ങനെ തന്നെയാണ്. റിവർ റാഫ്റ്റിങ് ഇതിന് മുകളിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇതേ വരുന്നു. നല്ല വെള്ളമുണ്ട് കേട്ടോ ഇവിടെ. വെള്ളമുണ്ട്, പക്ഷെ വേറെ കാര്യമുണ്ട്, നല്ല സ്മൂത്തായിട്ടാണ് ഒഴുകുന്നത്. അതുണ്ടല്ലോ ഇവിടെ സ്റ്റാർട്ടിങ് പതുക്കെ പോകുന്നത്. മേ ബി ഭയങ്കര ഇതായിട്ട് വരുന്നതൊക്കെ തേരയുള്ളടം അപ്പുറത്തായിരിക്കും, കുത്തൊഴുക്കുള്ളടം. അങ്ങ് കാണുന്നതാണ് ലക്ഷ്മൺ ജുല. പക്ഷെ അത് പണി നടക്കുന്നതുകൊണ്ട് ബന്ധാ. അത് ഇന്നാൾ നമ്മൾ വന്നപ്പോഴും ഓപ്പൺ അല്ലായിരുന്നു. ഗംഗാനദിയുടെ തീരത്ത് കാണുന്ന എല്ലാ ക്ഷേത്രങ്ങളാ. ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ്. റിവർ റാഫ്റ്റിംഗ് തുടങ്ങുന്ന പോയിന്റ് ഇവിടെ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഗംഗയിലാ റിവർ റാഫ്റ്റിംഗ് ചെയ്യുന്നത്. അതെ, നമ്മൾ മുമ്പ് കണ്ട ഗംഗാനദിയാ. നമുക്ക് നേരെ പോയാൽ മതി. നീൽകണ്ഠ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അങ്ങോട്ട് പോകുന്ന വഴിയാ അത്. ഇതൊരു പോലീസ് ചെക്ക് പോസ്റ്റാ. അപ്പൊ പേപ്പറൊക്കെ കാണിക്കാൻ പറഞ്ഞേക്ക. പോലീസ് സ്റ്റേഷനിലേ അവിടെ വേറെ കാര്യമൊന്നുമില്ല. വെളിയിൽ നിന്നുള്ള വണ്ടികൾ പിടിച്ചു നിർത്തി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നോക്കി പേപ്പർ ഉണ്ടോ എന്നൊക്കെ നോക്കുന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ ചാത്തുണ്ണിയോട് ചോദിച്ചു ഹിൽ ലൈസൻസ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഹിൽ ലൈസൻസ് വേണം, എൻ്റെ ഇതിൽ ഓടിക്കാൻ പറ്റിയാലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഹിൽ ലൈസൻസ് ഉള്ള ആളെങ്കിൽ പുള്ളി വന്നിട്ട് ചോദിച്ചേ എവിടുന്നാ വരുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ലഡാക്കിൽ എല്ലാം പോയിച്ച് വന്നാ. അപ്പം അവിടെ ഒന്നും ആരും ചോദിച്ചില്ലെന്ന് പറഞ്ഞു. അന്നേരം പുള്ളി പറഞ്ഞു ഇവിടെ മലയിൽ ഓടിക്കണമെങ്കിൽ അതിന് ലൈസൻസ് വേണമെന്ന് പറഞ്ഞു. ഞാൻ പുള്ളിയോട് പറഞ്ഞത് ചാത്തുണ്ണിയാ കുണ്ടിലും കുഴിയിലും മലയിലും ഒക്കെ ഓടിക്കുന്ന ആളാന്ന് പറഞ്ഞു. അതൊന്നുമല്ല അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഇതാരാന്ന് ചോദിച്ചു. ഇത് ബേട്ടിന്ന് പറഞ്ഞേ. മേരാ ബേട്ടി എന്ന് പറഞ്ഞു. തുമാരാ ബേട്ടി? ഇത്ര വലിയ ബേട്ടി ഉണ്ടോ? കിത്തന ഉമാരാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു കേട്ടോ മുത്ത കേട്ടതല്ലേ. അപ്പൊ ഞാൻ പ്രായം പറഞ്ഞു. അപ്പോ കണ്ടിട്ട് അത്രയും തോന്നില്ല, ഇത്രയും വയസ്സുള്ള മോളുണ്ടോന്നൊക്കെ ചോദിച്ചു. മുടിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ മുത്തേ. അന്നേരം പുള്ളി പറയാ നിങ്ങളുടെ അത്രയും പ്രായം ഇല്ല, എനിക്ക് മൊത്തം നരച്ചെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറിന് എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചു. വയസ്സ് പുള്ളി പറഞ്ഞില്ല, പക്ഷെ അത്ര ഇല്ല. അല്ല വയസ്സ് ഇവിടെ ആ പോലീസുകാർ അവിടെ വണ്ടി നിർത്തുന്നോണ്ടാ ഇത്രയും ഇങ്ങോട്ട് തിരക്ക് അനുഭവപ്പെടുന്നത്. അതുമല്ല, നീ ഇത്രയും വീതി കുറഞ്ഞ വഴിക്കുണ്ടോ പെട്ടക്ക് കയറി വരുന്നുണ്ടോ വണ്ടിക്കാര്. അതുകൊണ്ടാണ് ഇത്രയും ബ്ലോക്ക് ഉണ്ടാവുന്നത് തന്നെ. അവരവരുടെ ലൈനിൽ ഇങ്ങനെ വരുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അത് തന്നെയല്ല, ഈ ബ്ലോക്കായി നിൽക്കുന്നിടത്ത് ഈ വീതിയില്ലാത്ത വഴിക്ക് കയറി ചെന്നിട്ട് എങ്ങോട്ട് പോകാനാ? ഇങ്ങോട്ട് നല്ല വരവാ വണ്ടി. അതാ 4 ലൈനിൽ വഴി വണ്ടി വരുന്ന പോലാണല്ലോ ഇത്. ഇതുണ്ടല്ലേ, എല്ലാരും ഇവിടുന്ന് വണ്ടി വരുന്നില്ലാത്തതുകൊണ്ട് അതിലെങ്ങ് കയറി പോന്നേക്കുക. എന്നിട്ടുണ്ടല്ലോ ഇനി അങ്ങോട്ട് ചേർക്കുമ്പോൾ ആ വണ്ടിക്കാർ സമ്മതിക്കുകയല്ല, കുത്തിത്തരും, തട്ടും മുട്ടും ഒക്കെ ഉണ്ടാവും. ഒരാൾ ഇത് 2 ലൈനും കഴിഞ്ഞ് 3ാമത്തെ ലൈനിൽ കൂടെ കയറി. അതുകൊണ്ടാ കയറി വന്ന. റൈറ്റ് സൈഡിൽ കൂടെ പോകുന്നവരായിരിക്കും അല്ലേ? അതുകൊണ്ടാണേ അങ്ങനെ കയറ്റി വെക്കും. എന്നിട്ട് കേട്ടോ ഒട്ടക്കും ബഹളോ. എന്നിട്ട് നല്ല ആവശ്യമുള്ള കാര്യമാണോ ഇത്രയും വണ്ടികൾ ഇങ്ങനെ കിടക്കുമ്പോ ഇങ്ങനെ കയറി വരേണ്ട കാര്യമുണ്ടോ?
നിഷ്കളങ്കതയല്ലേ. ആകാശേ ഈ സീറ്റ് എങ്ങനെ ഇങ്ങോട്ട് മാറുമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. അതെ സത്യം കേട്ടോ. ഇങ്ങോട്ട് ഞാൻ അത് ഇങ്ങോട്ടുള്ള ഒരു കയറ്റമല്ല, ഇങ്ങോട്ടെല്ലാം കയറ്റാന്ന് ഞാൻ ചോദിച്ചില്ലേ. ചോദിച്ചു കഴിഞ്ഞപ്പോ ഞാൻ മുത്തിന്റെയും പൊന്നുവിന്റെയും ചേച്ചിയുടെ മുഖത്തോട്ട് നോക്കി അവരപ്പൊ ചിരിച്ച്. നമ്മളിങ്ങനെ മലയുടെ സൈഡിൽ കൂടെ തന്നെയാ പോന്നേ. നീ മല കയറാൻ പോവല്ലേ. ലഡാക്ക് പോലെ അല്ലെങ്കിലും ഇത് വേറൊരു ടെറൈനാ. മാന വില്ലേജ് 265 കിലോമീറ്റർ, 265 അല്ല, അതിൽ കൂടുതലുണ്ട്. ആ കാറ് ഇപ്പം തട്ടിയതല്ലെന്ന് തോന്നുന്നു, നേരത്തെ കണ്ട് തട്ടിയതാ. ഈ വണ്ടിയായിട്ട് തട്ടിയതാ ആ വണ്ടി, ആ കാറ്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഹിമാചലിൽ കൂടെ വന്ന വഴികൾ പോലെ തന്നെയാണ് കേട്ടോ. ഇവിടെ ഫോളിങ് മറ്റേ കല്ലുരുണ്ട് വരുന്നതാന്ന് തോന്നുന്നു കേട്ടോ. ആ കല്ലൊക്കെ ഉരുണ്ട് വരും, ഇതുപോലുള്ള മലയല്ലേ. വഴി കുറച്ച് കിടപ്പുണ്ട്, അല്ലാണ്ട് അവിടെ ബോർഡ് ഉണ്ടായിരുന്നു പത്തർ. ആകെ പത്തർ. ആകെ പത്തറ്. എന്നാണേല് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ലഡാക്ക് എൻഡവറും കൊണ്ട് പോയാലും മുത്ത് ഹിന്ദി പഠിച്ചു വരുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം ഹിന്ദിയൊക്കെ മനസ്സിലാകാൻ തുടങ്ങി. അല്ലേലും മനസ്സിലാവും, എന്നെ പോലെ തിരിച്ചു പറയാൻ അറിയത്തില്ല. എന്റെ പോലല്ലേ, കുറച്ചെനിക്കറിയാം. എന്നാ കുറച്ച് ഇനി അടുത്ത കുറച്ചുകൂടെ ഹിന്ദി പറഞ്ഞു കേട്ടോ. അതെ, എനിക്ക് ഹിന്ദി നല്ലപോലെ വായിക്കാനല്ലേ അറിയാം. സംശയം വല്ലതും ഉണ്ടെങ്കിൽ പൊന്നോട് ചോദിച്ചാൽ മതി, പൊന്നു പറഞ്ഞുതരും. ഹിന്ദി പറയാൻ വേണ്ടി ആളെ ഇറക്കിയിട്ടുണ്ട്. അതെ, പക്ഷെ മിണ്ടുന്നില്ലെന്നുള്ളതേ ഉള്ളു. ഞാൻ കുറച്ച് സൈലന്റ് ആണ്, ആവശ്യമുള്ളപ്പോഴേ മിണ്ടുള്ളൂ. ആ കാണുന്നത് ബങ്കി ജമ്പിംഗ് പോയിന്റ് കേട്ടോ. അതാണോ? ആ അതെ അതെ, 3 ലെവൽ ഹൈറ്റ്. ക്യാറ്റ് ജമ്പ്, ബങ്കി ജമ്പ്, ജയന്റ് ജമ്പ്, റിവേഴ്സ് ജമ്പ്, എല്ലാ ജമ്പും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് പുറകോട്ട് എടുത്ത് അടിക്കുന്നതല്ലേ. ശിവപുരിയായി. ആ ഇതാ ശിവപുരി. ശിവപുരിയിൽ നിന്ന് ഇനി അങ്ങോട്ട് വലിയ ബ്ലോക്ക് കാണുകയല്ലേ. ഈ ശിവപുരി കടന്നു കിട്ടാനാ ഭയങ്കര പാടെന്നാ പറഞ്ഞ. അവിടെ ഇനി വലിയ തിരക്കൊന്നും കാണുകയല്ലെന്ന് തോന്നുന്നു. സന്ധ്യ ആകുമ്പത്തേനേ ഏതെങ്കിലും നിരപ്പുള്ള സ്ഥലം കിട്ടിയാൽ മതി. രാത്രിയാകുമ്പോ എന്തിന് നമുക്ക് മാർക്കറ്റ് കിടന്ന് ഉറങ്ങണ്ടേ? തിരക്കുള്ള സ്ഥലത്തോ? തിരക്കില്ലാത്ത നിരപ്പുള്ള സ്ഥലത്തോ? ഇതൊരു വലിയ പാലമാണ്, പഴയ പാലം. ആ സൈഡിൽ കൂടെ ഉണ്ട് പണ്ടത്തെ. അതുണ്ടോ പണ്ടത്തെ പാലം കണ്ടോ? ചെറിയ പാലം, ഒരു വണ്ടി കഷ്ടി പോകാനുള്ള വീതിയേ ഉള്ളൂ. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഹോം സ്റ്റേകളും ഹോട്ടലുകളും ഒക്കെ ഉണ്ട്. ഇത് കണ്ടോ, നമ്മളവിടെ ഈ കാവടിയൊക്കെ കൊണ്ടുപോലെ എന്ന് പറഞ്ഞ പോലെ. അതിലെല്ലാം മണികളാണ് നിറച്ചും. മണികൾ ഇങ്ങനെ കിളിക്കൊണ്ടിരിക്കുക, ഭയങ്കര സൗണ്ടാണ് മണിയുടെ. അവരിത് ഇപ്പം ആള് മാറി കണ്ടോ. അവര് 3 പേരൂടെയാ. അവര് കൽക്കട്ടയിൽ നിന്ന് വരുന്ന. ആ ഹരിദ്വാർ തൊട്ട് നടന്നാ പോന്നേ, കേദാർനാഥ് പോന്ന. ആ കുടത്തിനകത്ത് എന്തോ ഇതുണ്ടേ, 2 സൈഡും കുടം. ആ മാന 280. ഇപ്പോഴേ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പം മോളിൽ മലയെന്ന് വരുന്ന നല്ല വെള്ളം. ഇപ്പം വെള്ളം കഴിഞ്ഞ ദിവസം അവിടെ നിറച്ചിട്ട് പിന്നെ നിറച്ചില്ലായിരുന്നു. അപ്പം വെള്ളം നിറച്ചിട്ട് പോയേക്കാന്നുകൊണ്ടാ. എന്നാ സ്പീഡിലാണ് നടക്കുന്നതെന്നുണ്ടോ? എനിക്കാണ് ഈ ചൂടത്ത് ഇവിടെ അനങ്ങാൻ പോയി. നമുക്ക് വണ്ടിയുടെ വെളിയിൽ ഇറങ്ങാൻ മടിയാ. അപ്പൊ അതാണ്, ഇതൊരു ടണലിന്റെ പണി നടക്കുന്നത്. ഇതൊരു റെയിൽവേ ടണലാ. അപ്പം വെള്ളമൊക്കെ നിറച്ചു. അവിടെ റെയിൽവേയുടെ ടണല് പണി തീർന്ന് വരുന്നുണ്ട്. ആ അത് 2030 ആകുമ്പോഴത്തേക്കും ബദ്രീനാഥിന് ട്രെയിൻ വരുമെന്നാണ് പറഞ്ഞത്. മണ്ണിനടിയിൽ കൂടെ തന്നെ എന്ന് പറഞ്ഞാൽ റോഡിന് മുകളിൽ, മണ്ണിന് മുകളിൽ കുറച്ച് ഭാഗം ഉണ്ടായിരിക്കുള്ളൂ എന്നാ പണിക്കാർ പറഞ്ഞത്. പണി നടന്നുകൊണ്ടിരിക്കുക. എൻ്റെ മുകളിൽ നിന്ന് കല്ലുരുണ്ട് വരുന്ന. ശരിക്കും ഇങ്ങനെയുള്ളടത്തൊക്കെ റെയിൽവേ ലൈൻ വന്നു കഴിഞ്ഞാൽ ഈ തീർത്ഥാടകർക്ക് എന്ത് സൗകര്യം. നേരെ ചെന്ന് അവിടെ ഇറങ്ങാമല്ലോ, ഈ കഷ്ടപ്പാടില്ല. എത്ര ദിവസത്തെ കഷ്ടപ്പാടാ. അതെ അതെ. അതോ മഴയാണെങ്കിൽ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായാൽ പിന്നെ വഴി ബ്ലോക്ക് ആവും. പിന്നെ ഇവിടുത്തെ വഴിയൊക്കെ പണിയാൻ കുറേ ദിവസം എടുക്കും. ആ കൽക്കട്ടയിൽ നിന്ന് നടന്നു വരുന്ന തീർത്ഥാടകരില്ലേ, നമുക്ക് അവർക്ക് കുറച്ച് വെള്ളമൊക്കെ കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കാം. വരുന്നുണ്ട്, ഇപ്പം ഇങ്ങനെ വരും. എന്നാ ചൂടാ വെളിയിൽ. അതെ, ഇച്ചിരി തണുത്ത വെള്ളമൊക്കെ അവർക്ക് കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. അവർക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ.
അവർ 2-3 ദിവസം എടുക്കുമായിരിക്കും അല്ലേ നടന്നവിടെ? 2-3 ദിവസം കൊണ്ട് ചെല്ലുവോ? ഇല്ല, ചെല്ലുകയല്ല, ഒരാഴ്ച എടുക്കുമായിരിക്കും. ഗുള്ളർ ബ്രിഡ്ജായത്. പിള്ളേർ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇപ്പൊ കഴിഞ്ഞത്. ആ, നമ്മൾ ഗംഗാനദിയുടെ തീരത്തോട്ട് തന്നെയാ പോകുന്നത്. ഡ്രൈവർക്ക് കഴിക്കാൻ ഇടയ്ക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചേക്കെ ഇവിടെ. അതിന് ഹിൽ ലൈസൻസ് ഉള്ള ആളായോണ്ടാണോ? ഹില്ലിൽ ഓടിക്കുന്നോണ്ടാണോ? അതെ അതെ, പക്ഷേ എനർജി പോട്ടെന്ന് ഓർത്താ. ആ, ഇവിടെ കുറെ ലോറികളുണ്ടല്ലോ, എല്ലാം ചെറുവണ്ടികളാണ് കേട്ടോ, 6 വീൽ വണ്ടികൾ മാത്രം. 12 വീല് ചെറിയ വഴി ആയതുകൊണ്ടാ. പിന്നെ ഇപ്പൊ ഈ തിരക്കായോണ്ടോ കേട്ടോ ഇവിടെ ഇത്രയും വണ്ടി തിരക്ക്, ഈ ഒരു സമയം ആയതുകൊണ്ട്. അല്ലെങ്കിൽ ഇത്ര തിരക്കൊന്നും ഈ വഴിയിൽ ഉണ്ടാവില്ല. ഇത് പുതിയ വഴിയാ, ഇത് പാലം പുതിയ പണിതാന്ന് തോന്നുന്നു. താഴെ കൂടെ പഴയ വഴി ഉണ്ടായിരുന്നു. അവിടെ ഒരു തൂക്കുപാലം. ഇവിടെ ഞങ്ങളിലെല്ലാം ഇതുപോലത്തെ തൂക്കുപാലമാ, നടന്നു പോകാനുള്ള പാലം അത്. കുറച്ച് കുടിവെള്ളം മേടിക്കണം എവിടുന്നേലും. ആ, കുടിവെള്ളം അടുത്ത കടയിൽ നിന്നും വാങ്ങുന്നതായിരിക്കും. അത് ഈ റോഡ് പണിക്കൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ട് വന്ന വണ്ടിയായിരിക്കും. രാജസ്ഥാൻ വണ്ടിയായിരുന്നു. നമ്മളെയൊക്കെ ആയാലും മല കയറി മുകളിലേക്ക് വന്നതുകൊണ്ട് ചൂടിൻ്റെ കാടിന് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. തണുത്ത കാറ്റൊക്കെ വരാൻ തുടങ്ങി. ഇതുണ്ടോ ആ മല ഉണ്ടോ? മുകളിൽ നിന്നോട്ട് നോക്കി. അയ്യോ, അതൊക്കെ നേരത്തെ ഇടിഞ്ഞു പോകുന്നതെന്ന് തോന്നുന്നല്ലോ. അതെ, മൊത്തം പോകുന്നല്ലേ? അതുണ്ടോ താഴേക്ക് വലിച്ചിട്ടേക്കുന്ന അവിടെ ഇടിഞ്ഞു വേണ്ട. ശ്രീനഗർ 69, ഗൗരികുണ്ട് കേദാർനാഥ് 178, സമ്മർ ക്യാപിറ്റൽ ഗൈർ സൈൻ 183, ബദരിനാഥ് 263. ഇവിടുന്നേ കുറച്ച് പച്ചക്കറിയൊക്കെ വേണേ മേടിക്കാം. പച്ചക്കറി കടയുണ്ടോ? പച്ചക്കറി മേടിക്കാം. ഇനിയിപ്പോൾ അങ്ങോട്ട് ചെന്നാലും കിട്ടും കേട്ടോ, എവിടെയെങ്കിലും കിട്ടും. വ്യാസി എന്ന് പറയുന്ന സ്ഥലം ഇത്. അതിനിപ്പറേ എവിടെയെങ്കിലും കിടക്കാം. രാത്രിക്ക് അധികം ഓടണ്ട. എന്നാ ഇവിടെ എല്ലാം മലയിടിച്ചിലും കല്ലുരുണ്ട് വീഴുന്ന സ്ഥലങ്ങളാ. കല്ലൊക്കെ വരുമ്പോഴേ നമ്മള് കഴിഞ്ഞ ദിവസമൊക്കെ വന്ന പോലെ തന്നെ ഓരോ മലയുടെ സൈഡിൽ കൂടെ കയറി അടുത്ത മലയിൽ ചെന്ന് അങ്ങനെ പോവാ. നല്ല വഴിയാ. ഇതുണ്ടോ, ഇതെല്ലാം മല ഇടിഞ്ഞ് വീണേക്കുന്ന കൊറേ ഏരിയ പോയിട്ടുണ്ട്. അപ്പൊ നമ്മള് ദേവപ്രയാഗ് അടുക്കാറായി. ഒരു 4-4 കിലോമീറ്റർ കൂടെ ഉണ്ട്. ഇവിടെ വണ്ടി അവിടെ ഒതുക്കി. എന്നാ അവിടെ നല്ല സൗകര്യം ഉണ്ട്. എന്നാ പിന്നെ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് പോകുന്നുണ്ട് അല്ലേ? അതാ പോന്നോ? രാവിലെ പോവാം. നാളെ കഴിഞ്ഞ് അവിടെ ചെന്നാൽ പോരെ, ഇനി ദൂരം ഉണ്ടല്ലോ. അപ്പോൾ ആദ്യം ഇപ്പോൾ ഒരു നാരങ്ങാവെള്ളം കുടിക്കാം. दोनों मिक्स. वो मसाला नहीं डालना, काला नमक डालना है? नहीं, नमक नींबू बस. नमक तो डालना है ना? हाँ, नमक डालना है. नमक और थोड़ा शक्कर भी डाल दो. जलजीरा नहीं डालना है? हाँ नहीं, സോഡ നാരങ്ങാവെള്ളം നമ്മൾ അവിടെ നോക്കിയിട്ടൊന്നും കിട്ടിയില്ലായിരുന്നു. നല്ല ചൂടാണ് കേട്ടോ, ഇത്രയും മല കയറി വന്നിട്ടും തണുപ്പില്ല. തണുപ്പൊന്നുമില്ല, ചൂട് അതുപോലെ തന്നെ. ഹിമാചലിലായിരുന്നു നല്ല അല്ലേ? മണാലിയിലൊക്കെ ആയിരുന്നു നല്ല. മണാലിയിൽ ഇറങ്ങി വന്ന ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ബാക്കിയെല്ലാം ഇപ്പം നമ്മളിപ്പം ദേവപ്രയാഗ് എടുക്കാറായി. അപ്പോൾ ഇവിടെ വണ്ടിയൊക്കെ ഒതുക്കി. അപ്പം ഇനിയിപ്പം വല്ലതും ഉണ്ടാക്കി കഴിച്ചിട്ട് കിടക്കാം. അപ്പം ചോറ് കുറച്ച് ഇരിപ്പുണ്ട്, പക്ഷെ ഇവർക്കൊന്നും ചോറ് വേണ്ട. അപ്പോൾ അത് അടുത്ത പുറയിലുള്ള കടയിൽ പോയി ചപ്പാത്തിയും ഇതിനാ പനീർ മട്ടർ മസാല ഇത് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കഴിച്ചോ. അച്ചയ്ക്ക് ഗോതമ്പ് ദോശ, എനിക്കും ആകാശിനും ചോറ്. ഇല്ലേടാ? റൊട്ടി വേണോ? എനിക്ക് റൊട്ടി വേണ്ട, എന്റെ പൊന്നു ചേട്ടാ ഞാൻ അല്ല, നിനക്കൂടുള്ള ഗോതമ്പ് ദോശ കാണും. ഞാനിത് എന്നോട് കലക്കി വെക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ വേഗം നിരക്കി ഇച്ചിരി കൂടിയിട്ടുണ്ട്. പഴമുണ്ട്. ആ, കഞ്ഞി എങ്കിൽ കഞ്ഞി. പൊന്നും മുത്തും റൊട്ടി കഴിച്ചു, ഞാൻ ചോറ്. നിങ്ങൾക്ക് 2 പേർക്കൂടുള്ള ദോശ ഉണ്ടായിരുന്നേക്കാലും. ഗോതമ്പ് ദോശ വിത്ത് ചോറ്. ഞാൻ ഗോതമ്പ് ദോശ ഇതുണ്ട് തേങ്ങ കൂട്ടി കഴിക്കുന്നു. അപ്പോൾ ഞാൻ എടുത്ത് കരുതി കൊണ്ടുപോകുന്നതുകൊണ്ട്. അല്ല, എന്ത് സൗകര്യം ഉണ്ടെന്ന് നോക്കി. വല്ല കറി ഉണ്ടാക്കണോ? അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ സമയം 10 മണിയായി. ഇന്ന് പതിവില്ലാതെ നേരത്തെ കിടക്കുന്നത്, അതുകൊണ്ട് നാളെ പതിവില്ലാതെ നേരത്തെ എണീക്കുകയും ചെയ്യണം. അപ്പോൾ ഈ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് നമ്മൾ വണ്ടിയൊക്കെ ഒതുക്കിയിട്ടേക്കുന്നത്. അപ്പോൾ രാത്രി ആയപ്പോഴത്തേനും അതേ വണ്ടികളൊന്നുമില്ല, അധികം വളരെ കുറവ്. ഇടയ്ക്ക് ഓരോ ലോറികളൊക്കെ പോകുന്നുണ്ട്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാറൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് കുറച്ച് ഹോട്ടലുകളൊക്കെ ഉണ്ട് ഇവിടെ.
ആ മലയുടെ മുകളിലോട്ട് നോക്കി, അങ്ങ് മോളിൽ വീടുകളൊക്കെ ഉണ്ട്. ദേ ഈ കടക്കാരനോടാ നമ്മൾ ചോദിച്ചത്, ഈ തൊട്ടടുത്തുള്ള പുള്ളി പറഞ്ഞു പുള്ളിയുടെ വീട് ദേ ആ മലയുടെ മുകളിലാന്ന് പറഞ്ഞു. ആണോ? ആ നാരങ്ങാവെള്ളം കുടിച്ചില്ലേ, ആ കടക്കാരന്റെ വീട് അത് ആ വെട്ടം കാണിച്ചിട്ട് പറഞ്ഞു അവിടെ എന്റെ വീടെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി വൈകിട്ട് വീട്ടിൽ പോയി കാണുമോ? പോയി അടച്ചിട്ട് പോയി. അപ്പൊ ഇവിടെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നില്ല, അപ്പം ഞാൻ പുള്ളിയോട് ചോദിച്ചായിരുന്നു എന്നാ വണ്ടി ഇവിടെ ഒതുക്കിട്ടോ, ഒരു കുഴപ്പമില്ല ഒതുക്കിട്ടോ എന്ന് പറഞ്ഞു. പിന്നെ വലിയ മല വല്ലതും ആണോ എന്ന് നോക്കിയിട്ടോ ഒതുക്കിട്ടെ, ഇവിടെ ചെറിയൊരു മലയോ അത്ര വലിയ പ്രശ്നമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ബദരീനാഥിലേക്കുള്ള യാത്രയുടെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.